കുടിവെള്ളത്തിലേക്ക് കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിണർ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ വലിയ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള കുടിവെള്ളത്തിൻ്റെ ടേപ്പൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ടുള്ള വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അസുഖങ്ങളെ മാറ്റി നിർത്താൻ അതുകൊണ്ട് വലിയ കാര്യം ഗുണകരമായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 3 സെൻറ്റ് സ്ഥലത്ത് കക്കൂസ്, വീടും കിണറും കൂടി വന്നാൽ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഭൂമി കുറവുള്ളതുകൊണ്ട് കിണർ അല്ല, ഇപ്പോൾ ഇതുപോലുള്ള പഞ്ചായത്ത് നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. മാള പഞ്ചായത്തിന്റെ ഈ ശുചിത്വ പദ്ധതികൾ ഈ നാടിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കണക്കെടുപ്പിൽ സാംക്രമിക രോഗങ്ങൾ ബാധിക്കുന്നവരുടെ എണ്ണം മാള പഞ്ചായത്തിൽ നന്നേ കുറവായിരിക്കുന്നതിന് കാരണവും ഈ ശുചിത്വ പദ്ധതികൾ തന്നെയായിരിക്കണം. മാള പഞ്ചായത്തിന്റെ വികസന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ച് ജൂറിക്ക് എന്താണ് ചോദിക്കാനുള്ളത് നോക്കാം. മാള പഞ്ചായത്തും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈ മാലിന്യ സംസ്കരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമാണ്. അത് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതല കൂടിയാണ്. അതിൽ മാള പഞ്ചായത്തിനെ മുഴുവൻ അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണത്തെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കാനായിട്ട് ഇവിടെ എക്സ്പെർട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലും കൂടുതലായിട്ട് പോകുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ഈ പ്രത്യേകിച്ചും ഈ പട്ടികജാതി വിഭാഗ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, അവരുടെ വീടില്ലായ്മ, അവർക്ക് വേണ്ടപ്പോൾ കക്കൂസ് വെച്ച് കൊടുക്കാനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കൊരു ജീവിത വരുമാന മാർഗം സുസ്ഥിരമായിട്ട് ഉണ്ടാക്കാനും അതുവഴി അവരെ കൂടെ മറ്റ് പൊതുധാരയിൽ കൊണ്ടുവരാനായിട്ട് SC/ST പദ്ധതി എങ്ങനെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നടക്കുന്നത്? മാള ഗ്രാമപഞ്ചായത്തിൽ ST ഇല്ല, ഒരു വീട് മാത്രമേ ഉള്ളൂ. SC ആണ് കൂടുതൽ. ഇതിൽ 7ഓളം മേജർ കോളനികൾ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കോളനികൾ ഒരു 7ഓളം കോളനികൾ മാളയിലുണ്ട്. വേറെ ചെറിയ ചെറിയ കോളനികളുമുണ്ട്. നല്ലൊരു വിഭാഗം മാളയിൽ പട്ടികജാതി വിഭാഗക്കാർ ഉണ്ട്. പൊതുവേ നമ്മുടെ മാളയിലെ മറ്റേ പട്ടികജാതി വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർന്നതാണ്. എല്ലാ കോളനികളിലും നല്ല രീതിയിലേക്കുള്ള സംവിധാനങ്ങളും, അതോടൊപ്പം എനിക്ക് നേരത്തെ ഒരു പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ച ഒരു അവസ്ഥ മാളയിലില്ല. ഗവൺമെൻറ് ജോലികളിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ, അത് വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ ഉള്ള കഴിവിൻ്റെയും ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ട് അവരുടെ വീടും പരിസരവും സ്ത്രീകളുടെ ആരോഗ്യമൊക്കെ കണ്ടപ്പോൾ വളരെ ദയനീയം തോന്നി. അങ്ങനെ ഒരു 2-3 ദൃശ്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതെന്താ അതങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എനിക്കങ്ങനെ വേറെ രീതിയിലേക്ക് പറയേണ്ട കാര്യമില്ല. പൊതുവേ മാള പഞ്ചായത്തിൽ നല്ല രീതിയിലേക്കുള്ള പട്ടികജാതി വിഭാഗത്തിൽ തന്നെ ജോലിക്കാരും അത് ഗവൺമെൻറ് ജോലിക്കാർ ഒക്കെ തന്നെ നല്ല രീതിയിലേക്കുള്ളതാണ്. കോളനികളുടെ അവസ്ഥയും വളരെ നല്ല രീതിയിലാണ്. അതോടൊപ്പം തന്നെ മറ്റേ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കോളനി കൂടി പ്രദാനം ചെയ്യുന്നൊരു വാർഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൽ കുന്നത്താട് കോളനി, അവിടെ ഇനി ഒരു വികസനത്തിന് ഇനി വേറൊരു പൈസ വെക്കേണ്ട കാര്യമില്ല. അത്രയും പോലും വികസനത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വർഷം ആ കോളനിക്ക് വേറെ ഒരു റോഡോ വെള്ളമോ വെളിച്ചോ വെക്കേണ്ട കാര്യമില്ല. അത്ര രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അത് ആ രീതിയിലേക്ക് അത് പ്രാവർത്തികമാകുന്നതിൽ പഞ്ചായത്തിൻ്റെ വലിയ രീതിയിലേക്കുള്ള ഇടപെടൽ എന്ന് വെച്ചാൽ ഒരു പൈസ പോലും ലാപ്സാവാതെ ആ രീതിയിലേക്ക് ഗവൺമെൻറ് തരുന്ന പദ്ധതി പണവും പഞ്ചായത്തിൻ്റെ പണവും ഒക്കെ തന്നെ ഉപയോഗിച്ച് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ തന്ന റിപ്പോർട്ടിൽ കണ്ടത് SC/ST ഘടക പദ്ധതി 2008-09 68% മാത്രമേ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റേ എക്സ്പെൻഡിച്ചർ അതെ 2008-09 നിങ്ങൾ തന്നിട്ടുള്ള ബാക്കി സ്പിൽ ഓവർ. ഞാൻ പറഞ്ഞത് ഓരോ വാർഷിക പദ്ധതിയിലും വരുന്ന ഒരു പ്രതിസന്ധി ആ സമയത്തിൽ ഗവൺമെൻറ് 2008-2009 മാർച്ച് 31 എക്സ്പെൻഡിച്ചറാണ് ചോദിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ അത് അടുത്ത വർഷത്തുള്ള സ്പിൽ ഓവറായിട്ട് തന്നെ അത് പൂർത്തീകരിക്കും. അങ്ങനെയുള്ള പദ്ധതികളൊന്നും തന്നെ ആ രീതിയിലേക്ക് പെൻഡിങ്ങിൽ വരുന്നില്ല. അങ്ങനെ അത് വരുന്നില്ല. കാരണം അതിന് മുമ്പിലുള്ള വർഷം 63% ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം വലിയ രീതിയിലേക്ക് പ്രതിസന്ധി വരുമല്ലോ. എനിക്ക് തോന്നുന്നു കണക്കിൽ എന്തോ വിഷയമുണ്ടെന്നാണ്. അല്ല, അത് നിങ്ങൾ തന്നാണ്. അതെ, സൈൻ ചെയ്ത് പ്രസിഡന്റും സെക്രട്ടറിയും സൈൻ ചെയ്ത് അയച്ചിട്ടുള്ള ചോദ്യാവലിയിൽ നിന്നാണ് ഞാൻ SC ഫണ്ട് മറ്റേ അല്ലെങ്കിൽ ജനറൽ ഫണ്ടോ ഇതുവരെയുള്ള ഈ വാർഷിക പഞ്ചായത്തിന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു പൈസയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് ലാപ്സാവുന്ന രീതിയിലേക്കുള്ള അവസ്ഥ വന്നിട്ടില്ല. ഈ പല പഞ്ചായത്തുകളും മിക്ക പഞ്ചായത്തുകളും റിപ്പോർട്ട് ചെയ്തതിൽ ഹരിയാലി പദ്ധതി ഉണ്ടെന്നാണ്. അതെന്താണ് മാളയിൽ ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത്? നിർത്തട വികസന പദ്ധതി
ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹരിയാലി നീർത്തട പദ്ധതി ഇല്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹരിയാലി എന്നുള്ള നിലയിൽ നേരത്തെ കാര്യത്തിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നീർത്തട പദ്ധതി ഇപ്പോൾ NREGS ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള സർവേ അതിന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വരുന്ന NREGS പദ്ധതികളൊക്കെ തന്നെ പുതിയ നീർത്തട പദ്ധതിയായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് വരുന്നത്. അതോടൊപ്പം തന്നെ NREGSന്റെ പ്രവർത്തനം ഇപ്പോൾ ജില്ലയിൽ തന്നെ നല്ല ഒരു വലിയ മുന്നേറ്റമുള്ള ഒരു പഞ്ചായത്താണ് മാള. മുന്നേറ്റം ഉണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇതിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കണക്കനുസരിച്ച് ശരാശരി തൊഴിൽ ദിനങ്ങൾ 2008-09 നൽകിയിട്ടുള്ളത് 21 ദിവസമാണ്. 100 ദിവസം വരെ കൊടുക്കാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശരാശരി 45 മറ്റോ കടന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു 20 ദിവസം എന്ന് പറയുന്നത് അത്ര വലിയ ശരാശരി അല്ല എന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ തണ്ണീർത്തടങ്ങളൊന്നും കഴിഞ്ഞ 15 വർഷമായിട്ട് 150 ഹെക്ടറോളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയധികം തണ്ണീർത്തടം നഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് എന്തെങ്കിലും അർബനൈസേഷൻ കൊണ്ടാണോ? തണ്ണീർത്തടങ്ങൾ ഇപ്പം നമ്മുടെ നീർത്തട പദ്ധതികൾ മാളയിലും ഉണ്ട്, വളരെ എണ്ണം ഉണ്ട്. അതിലിപ്പോൾ മറ്റേ അതിൻ്റെ ഒരു സംരക്ഷണം തന്നെയാണ് ഇപ്പോൾ പുതിയത് NREGS അതിൻ്റെ ഒരു മാറ്റത്തിലേക്ക് വരുന്നത്. പക്ഷേ നേരത്തെ തൊട്ട് തന്നെയുള്ള മറ്റേ നമ്മുടെ നീർത്തടങ്ങളും ജലാശയങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കാലങ്ങളായിട്ടുള്ളത് സംരക്ഷിച്ച് തന്നെ നിർത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കുറച്ചുപേര് വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. വെള്ളത്തിലൊക്കെ കൊണ്ടുപോകുന്നത് ആ വീഡിയോയിൽ അത് തൊട്ടടുത്തുള്ള പൈപ്പുകളിൽ എന്ന് പറഞ്ഞാൽ 456 പൊതു ടാപ്പ് കൊടുത്തിട്ടുണ്ട് മാള ഗ്രാമപഞ്ചായത്ത്. ഈ ഇത് തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പൊതു ടാപ്പുകൾ കൊടുത്തിരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മാള. ഇപ്പം അതുകൊണ്ട് ഹൗസ് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൽ എണ്ണം കുറയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പണം വലിയ രീതിയിലേക്ക് വെള്ളത്തിൻ്റെ കാശായിട്ട് കൊടുക്കേണ്ട വരുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് അത് ഹൗസ് കണക്ഷൻ കൂട്ടി അതിൻ്റെ ഭാഗമായിട്ട് പൊതു ടാപ്പുകൾ കുറയ്ക്കുകയാണ്. ഇപ്പോൾ ചുവന്നുകൊണ്ട് പോണത് മറ്റേ തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ടാപ്പുകളിലാണ്. 456 ടാപ്പ് ഉണ്ട് മാള ഗ്രാമപഞ്ചായത്തിൽ. തന്നേക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ 2006-2007 അതുപോലെ ചിലവാക്കിയിരിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ വനിതാ ഘടക പദ്ധതിയിൽ വരുമ്പോഴത്തേക്കും 67.74% ഫണ്ട് മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് നടപ്പാക്കുമ്പോഴും ഉപയോഗിക്കാവുന്ന ഫണ്ടിൻ്റെ വലിയൊരു ഭാഗം ഉപയോഗിക്കാതെ കിടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കണക്ക് തന്നതിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ഇത് നിങ്ങളുടെ ഔദ്യോഗിക രേഖയാണ്, ഒപ്പിട്ടയച്ചിട്ടുള്ള രേഖ. പിന്നെ അതിനെ ഡിസോൺ ചെയ്യരുത്. ഇത് നിങ്ങൾ ഗവൺമെന്റാ, നിങ്ങൾ ലോക്കൽ ഗവൺമെന്റാണ്. നിങ്ങൾ ആധികാരികമായിട്ട് അയച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അയ്യോ അത് ശരിയല്ല എന്ന് പാർലമെന്റിൽ ഇപ്പോൾ ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിട്ട് സോറി ഞാൻ അതിൽ കുറച്ച് തെറ്റ് വന്നു എന്ന് പാർലമെന്റ് പറഞ്ഞാൽ പാർലമെന്റ് ഒരിക്കലും അത് മാപ്പ് കൊടുക്കില്ല. എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് നിങ്ങളുടെ ശുചിത്വ പരിപാടിക്കാണല്ലോ പ്രാമുഖ്യം കൊടുത്ത്. അതിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യുന്നതിനെ പറ്റി പറയുകയുണ്ടായി. അതൊന്ന് വിശദീകരിക്കാമോ? എന്താ ചെയ്തത്? ആരാണ് അതിൻ്റെ സാങ്കേതിക വിദ്യ തന്നത്? സാർ, അത് ഒരു പുതിയ ഇപ്പോൾ ആധുനികമായിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാലോ, കാരണം ഞങ്ങൾ 2004 ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. അതോടുകൂടി ഞങ്ങൾ കുറേ പ്രതിസന്ധി അതിന് ഭാഗമായിട്ട് അതാ പറഞ്ഞത്. പക്ഷെ അതൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ശാസ്ത്രീയമല്ലെന്നും അത് സോർട്ട് ചെയ്ത് ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ ഞങ്ങളത് ആരംഭിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സോർട്ട് ചെയ്ത് പരമാവധി പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാത്തൊരവസ്ഥയിലേക്ക് മാറ്റണമെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ലീൻ കൊച്ചി എന്നുള്ള പദ്ധതി മാറ്റ് അതിൽ നടക്കുന്ന അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിദഗ്ധരുമായിട്ടുള്ള ബന്ധപ്പെട്ട് തന്നെ ഈ വർഷം 29 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. DPCയുടെ അംഗീകാരം കിട്ടിയതിന്. അത് വിഭാവനം ചെയ്തിട്ടേ ഉള്ളൂ, അതെ, നടപ്പാക്കിയിട്ടില്ല. അത് ഈ 2010-2011 വർഷത്തേക്കാണ് വരുന്നത്. ശരി, പലരും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും നടപ്പാക്കിയുണ്ടോ? പ്രോജക്ട് നിങ്ങളെ വിഭാവനം ചെയ്തിട്ടല്ലേ ഉള്ളൂ. നടപ്പാക്കിയെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളും സാധ്യതകളും അറിയാനുള്ള ഈ മാസം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പാവും. ശരി ശരി ശരി, അത് ആകുമ്പോൾ അറിയാൻ മെത്തേഡാണ്. അതെ, പക്ഷേ മറ്റേ പ്രസിഡന്റ് പറഞ്ഞ വളരെ ശരിയാണ്. നിങ്ങൾ ആ ഇൻസിനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. അത് സുപ്രീം കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കത്തിക്കാൻ പാടില്ല, ഇൻസിനറേറ്റ് ചെയ്യാൻ പാടില്ല. അത് അടച്ചുപൂട്ടി മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് ഉടനടി. ഇപ്പോൾ ഈ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യത്തിൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കും ഈ കത്തിക്കാൻ പറ്റുന്ന മാലിന്യമാണല്ലോ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശേഖരണം അത് മാത്രമാണോ അതേ ഈ ജൈവമായിട്ട്, അതായത് ഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് വേറെ കളക്ട് ചെയ്യുന്നുണ്ടോ? പൊതുവേ നമ്മളിപ്പോൾ മറ്റേ ബയോഗ്യാസിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മുടെ ടൗൺ മാത്രമല്ല, പഞ്ചായത്തിന് 19 വാർഡുണ്ട്. ഈ 19 വാർഡിലും ഈ വരുന്ന എല്ലാ പ്രദേശത്തു നിന്നുള്ള മാലിന്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാ പ്രദേശത്തും ഡെയിലി പോയുള്ള കളക്ഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അളവ് ഒന്ന് പറയാൻ പറ്റുമോ എത്രത്തോളം വരുന്നു? ഇപ്പോൾ നമ്മൾ ഒരു ദിവസം 3 ടൺ വരെ കത്തിക്കുന്നുണ്ട്. 3 ടൺ വരെ നമ്മൾ ഇതിന്റെ ബയോഗ്യാസിൽ മറ്റേ ഇതിന്റെ പ്ലാന്റിൽ കത്തിക്കുന്നുണ്ട്. 3 ടൺ കത്തിക്കാൻ പറ്റാത്ത വേസ്റ്റ്
കത്തിക്കാൻ പറ്റാത്ത വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന കുപ്പിച്ചില്ല്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ വേറെ ഇതുള്ളതൊക്കെ തന്നെ സോർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സോർട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പ്ലാന്റ് വലിയ കുഴപ്പമുണ്ടാവില്ല. നനഞ്ഞ വേസ്റ്റ് ഇപ്പോൾ അതിന് ഷീറ്റുകളിട്ട് അത് ഉണക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് എത്തുക. അല്ലെങ്കിൽ 3 ലോഡ്